നമസ്കാരം, ഞാൻ ഫ്രാൻസിസ് ചൂണ്ടൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തിനാണെന്നല്ലേ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്? ഇവിടെ നിന്ന് നമ്മൾ ഒരു ചെറിയൊരു ടിപ്സ് നിങ്ങളെ കാണിക്കാൻ പോവാണ്. എന്താണെന്നല്ലേ, ഇവിടെ നമ്മൾ എല്ലാ വീടുകളിലും നമ്മൾ ഇതേമാതിരി RO ഫിൽട്ടർ വെക്കാറുണ്ട്. ഈ RO ഫിൽട്ടർ വെച്ച് കഴിഞ്ഞാൽ ആ RO ഫിൽട്ടറിന്റെ തൊട്ട് മുൻപായിട്ട് ഒരു പ്രീ ഫിൽട്ടറിന്റെ ഒരു കുറ്റി നമ്മൾ ഇടാറുണ്ട്. ഈ പ്രീ ഫിൽട്ടറിന്റെ കുറ്റി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേളിൽ നിന്ന് വരുന്ന വെള്ളം, ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ആദ്യം വരുന്നത് ഈ പ്രീ ഫിൽട്ടറിലാണ്, ഈ ഹൗസിങ്ങിലാണ്. അപ്പൊ ഈ പ്രീ ഫിൽട്ടറിന്റെ ഹൗസിൽ ആദ്യം വെള്ളം വന്നതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷമാണ് ROയിലേക്ക് വെള്ളം വരുന്നത്. അപ്പൊ ഈ പ്രീ ഫിൽട്ടറിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഡിമെന്റ്, ചെളിയുടെ അംശം കൂടുതൽ ഇതിൽ പിടിക്കും. ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇടയ്ക്ക് കഴുകണം. ഒരു 1-2 മാസമോ 3 മാസമൊക്കെ കൂടുമ്പോൾ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ നമുക്കത് കഴുകിയിടാം. 1-2-3 പ്രാവശ്യം കഴിയുമ്പോൾ നമുക്ക് ആ ഫിൽട്ടർ കഴുകി ഒരു മാറ്റാം എന്ന് തോന്നുന്ന സമയത്ത്, 1 വർഷമോ അല്ലെങ്കിൽ 1.5 വർഷമൊക്കെ കഴിയുമ്പോൾ മാറ്റണം എന്ന് തോന്നുമ്പോൾ ഒരു ഫിൽട്ടർ നമ്മളത് മാറ്റിയിടണം. ആദ്യം നമ്മളിത് അഴിക്കുന്നേക്കാളും മുന്നേ വാൽവ് ഓഫ് ചെയ്യണം. അപ്പൊ ഇത് ഞാൻ അഴിക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. ഇതാണ് ഈ പ്രീ ഫിൽട്ടറിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്പൺ ഫിൽട്ടർ എന്ന് പറയുന്ന ഈ ഫിൽട്ടറാണ് നമ്മൾ ഇതിൽ എടുക്കുന്നത്. അപ്പൊ ഇത് ഇതേമാതിരി നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഈ പൈപ്പിൽ കൂടെ ഇതേമാതിരി കഴുകണം. കണ്ടോ, ഈ ചെളിനെ നമ്മൾ കഴുകി കളയുക. ഇതേമാതിരി തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് ഇടുകയാണ് ചെയ്യുക. ഇനി ഇത് അടുത്ത പ്രാവശ്യം നമ്മളിത് കഴുകാൻ നിൽക്കുന്നേക്കാളും നല്ലത് ഇത് മാറ്റുക എന്നുള്ളതാണ്. 1-2-3 പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ ഈ ഫിൽട്ടർ കേട് വന്നു കഴിഞ്ഞാൽ, ഇതിനുള്ളിലിടുന്ന ഈ ഫിൽട്ടർ കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. നമ്മളിത് തിരിച്ച് ഫിക്സ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് തിരിച്ച് നമ്മൾ ഇതേമാതിരി തന്നെ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.